തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറി. കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിൽ വിമത സ്ഥാനാർത്ഥികൾ മത്സരിക്കും. വിഴിഞ്ഞം ഹാർബറിൽ ലതാ സുഗതൻ, വിഴിഞ്ഞം ടൗൺ ഡിവിഷനിൽ ഹിസാൻ ഹുസൈൻ, വിഴിഞ്ഞം പോർട്ടിൽ എ സിദ്ദിഖ് എന്നിവരാണ് മത്സരിക്കുന്നത്. നേരത്തെ ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 3 പേർ രാജിവെച്ചിരുന്നു. ആർ റോഷിപാൽ നമുക്കൊപ്പം ചേരുന്നു. ആർ റോഷിപാൽ, തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ 3 ഡിവിഷനുകളിൽ വിമതശല്യം ഉറപ്പാവുകയാണോ? സുജിയ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച വലിയ ആവേശത്തോടെ അട്ടിമറി ലക്ഷ്യമിട്ട് മുന്നോട്ട് പോകുമ്പോൾ റിബൽ ശല്യം കോൺഗ്രസിന് തലവേദനയാകുകയാണ്. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന്റെ ലക്ഷ്യം തന്നെ വിമതശല്യം ഒഴിവാക്കുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിമതശല്യം നേരിടുന്നത് കോവളം നിയോജക മണ്ഡലത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 3 ഡിവിഷനുകളിൽ നിലവിൽ വിമത സ്ഥാനാർത്ഥികൾ അവരുടെ ഫോട്ടോ പതിച്ച പോസ്റ്ററുകൾ ഉൾപ്പെടെ പുറത്തിറക്കി കഴിഞ്ഞു. 3 പേരും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അതിൽ ഒന്ന് ബ്ലോക്ക് കോൺഗ്രസിന്റെ സെക്രട്ടറി ലതാ സുഗതൻ, അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ഇന്നലെ രാത്രിയോടെ ഹിസാൻ ഹുസൈൻ രാജിക്കത്ത് കൊടുത്തിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി പദത്തിൽ നിന്നും രാജിവെച്ചുകൊണ്ട് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥിയാകുന്നു. മറ്റൊരാൾ സിദ്ദിഖാണ്. ഈ 3 പേരാണ്. 3 പേരും ഈ വിഴിഞ്ഞം മേഖലയിലാണ് മത്സരിക്കുന്നത്. 3 ഡിവിഷനുകളിലായി അവർ മത്സരിക്കും. മറ്റ് പലയിടങ്ങളിൽ ഏതാണ്ട് 7 ഡിവിഷനുകളിൽ സമാനമായ രീതിയിൽ കോൺഗ്രസിന് വിമത ശല്യമുണ്ട്. അവിടെയൊക്കെ പലതരത്തിലും സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ട്. ആ തർക്കങ്ങൾ വളരെ പെട്ടെന്ന് പരിഹരിക്കാനുള്ള ശ്രമം കെ മുരളീധരന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ഈ വിമതരുമായി ചർച്ചകൾ തുടരുകയാണ്. ഇപ്പോൾ സ്ഥാനാർത്ഥികളാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന 3 പേരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നടക്കുന്നു. ഇവരൊക്കെ എം വിൻസെന്റിനെതിരെ പരാതി ഉയർത്തിയാണ് വിമതരായി മത്സരിക്കാൻ സന്നദ്ധരായിരിക്കുന്നത്. സുജയ, ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത്തവണ മത്സരം കടുക്കും. അത് മുന്നണിക്കകത്ത് പാർട്ടിക്കകത്തുള്ള മത്സരമായി കൂടി മാറുകയാണ്.